നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള വാഴ്ത്തലുകൾ പരിധി വിട്ടതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. രംഗത്ത് വന്നിരിക്കുകയാണ്. വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആരും നോക്കരുത് എന്ന് ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് പറയുകയാണ്. രമേശ് ചെന്നിത്തലയുടെ നീക്കം പുതിയ പ്രവണതയാണ്. നിലമ്പൂർ വിജയത്തിന്റെ ക്രെഡിറ്റ് ആരും അങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചെടുക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും വിജയത്തിൽ നിർണായക പങ്കാണുള്ളത്. അനാവശ്യമായ വിവാദത്തിന് ആരും മുതിരാൻ പാടില്ല. ഇത്തരം പ്രവണതകൾ ഉണ്ടായാൽ ഞങ്ങളും അഭിപ്രായം പറയേണ്ടി വരും. പറയിപ്പിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് ഉണ്ണിത്താൻ പറയുകയായിരുന്നു. റീലുകൾ കൊണ്ട് വ്യക്തിപരമായി വളരുന്നവർ ആത്യന്തികമായി പ്രസ്ഥാനമാണ് വലുത് എന്ന് മനസ്സിലാക്കണമെന്നും ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പേരെടുത്ത് പറയാതെ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് എന്നും അന്നൊന്നും തന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല എന്നുമാണ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വി.ഡി. സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതാണ് ചെന്നിത്തലയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചെന്നിത്തലയ്ക്ക് മേജർ പദവി നൽകി പരിഹസിച്ചാണ് സതീശൻ തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ് UDF-ലേക്ക് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല എന്ന് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കുകയാണ്. LDF-ൽ പൂർണ്ണ ഹാപ്പിയാണ് എന്നും മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതിനായുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയത്. മുന്നണി മാറേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല. നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഘട്ടത്തിലും LDF-ന് മുൻതൂക്കമുള്ള മണ്ഡലമല്ല. അവിടെ വലിയ ഫൈറ്റ് കൊടുത്തു. കേരള സമൂഹത്തിന്റെ വികാരം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ച് വികസന പദ്ധതികൾ പോലും LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ജോസ് കെ മാണി പറയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി പറഞ്ഞിരിക്കുകയാണ്. 2020 തെരഞ്ഞെടുപ്പിൽ UDF പുറത്താക്കിയ ശേഷം LDF എത്തിയ ഉടനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. കൂടുതൽ ചർച്ച നടത്താൻ കഴിയാതെ വരികയായിരുന്നു. അർഹതപ്പെട്ട പ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റ് ലഭിക്കാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറയുകയാണ്.